അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മൾ ഹസന സിയാറ സംഘം, ഹസന ഉംറ സംഘം ഇന്ന് മദീനയിലുള്ള കമ്പനി സിയാറയിലാണുള്ളത്. മദീനയിലുള്ള കമ്പനി സിയാറ എന്ന് പറയുമ്പോൾ മക്കയിലും മദീനയിലൊക്കെ നമുക്ക് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിയാറ ഉണ്ടാവും. അത് മദീനയിൽ നമുക്കുണ്ടാകുന്ന മസ്ജിദുൽ ഖുബ, ഖിബ്ലത്തൈൻ തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളുമാണ്. അതിൻ്റെ പുറമേയുള്ളത് സ്പെഷ്യൽ സിയാറ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ നമ്മുടെ യാത്രാ സംഘം എല്ലാവരും മസ്ജിദുൽ ഖുബയിലെത്തി. കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം. പ്രിയപ്പെട്ട ഉമ്മമാർ വളരെയധികം ആവേശത്തോടെ മസ്ജിദുൽ ഖുബയിലേക്ക് എത്തി. മസ്ജിദുൽ ഖുബയെക്കുറിച്ച് വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സമയത്ത് തന്നെ പറയാം. കാഴ്ചയിൽ എന്തുകൊണ്ടും മനോഹരമായി തയ്യാറാക്കിയ ഒന്നാണല്ലോ മസ്ജിദുൽ ഖുബ എന്നുള്ളത്. കണ്ടില്ല എത്രമാത്രം മനോഹരിതകളാണ് മസ്ജിദുൽ ഖുബയിലുള്ളത്. മുൻകാലങ്ങളിലൊക്കെ മസ്ജിദുൽ ഖുബ ഇത്ര ജനത്തിരക്കോ അല്ലെങ്കിൽ ഇത്രയധികം ഡെവലപ്പോ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഡെവലപ്പ് കൂടി, അതുപോലെ തന്നെ ജനത്തിരക്കും കൂടി. മസ്ജിദുൽ ഖുബയുടെ ഫ്രണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒരാൾ വീട്ടിൽ നിന്നും വുളു എടുക്കുകയും അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞത്. ഇത് മസ്ജിദുൽ ഖുബയുടെ ഉൾവശമാണ്. മസ്ജിദുൽ ഖുബയുടെ ഉൾവശം വളരെയധികം മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ പേര് നിസ്കരിക്കാൻ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ ഒഫീഷ്യൽ രീതിയിലാണ് എല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ഒട്ടകം, ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമല്ല. ഈ മുകളിൽ കാണുന്ന ആ ഒരു ചെറിയ ദ്വാരം, അതിൻ്റെ താഴ്ഭാഗത്തായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഖസ്വ ഓടുന്ന ഒട്ടകം മുട്ടുകുത്തിയിരുന്നത് പറയപ്പെടുന്നു. ഏതായാലും നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പുറത്തേക്കിറങ്ങിയപ്പോഴേക്കും അവിടെ കാര്യമായ തിരക്കുകളാണ് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെട്ടുള്ളത്. കാരണം മസ്ജിദുൽ ഖുബ എന്നുള്ളത് ഇന്ന് എല്ലാവരും മുടങ്ങാതെ വന്നു പോകുന്ന ഒരു സെക്ഷനായി മാറി എന്നുള്ളത് അവിടുത്തെ തിരക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മദീനയിലേക്ക് ആദ്യമായി വന്നപ്പോൾ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് ഈ കാണുന്ന മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ഈ പള്ളി നിന്നതിന് ആ കുബ്ബ കണ്ടങ്ങൾ, ഈ മിനാരത്തിനകത്തൊരു കുബ്ബ ഉണ്ട്, വലിയ കുബ്ബ ഉണ്ടല്ലേ, ആ കുബ്ബ നിന്നിൻ്റെ താഴ്ഭാഗട്ടാ അവിടെയായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഒട്ടകം മുട്ടുകുത്തിയത്. അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ പറഞ്ഞു, തങ്ങളെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ അങ്ങനെ എല്ലാവരും കൂടി ചോദിച്ചു. തങ്ങളുപ്പാപ്പ ഒട്ടകത്തിലുള്ളത്. അപ്പോൾ ചോദിക്കാണ്, തങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങാമോ എന്ന്. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും എവിടെയും ഇറങ്ങാൻ വരണ്ട. എൻ്റെ ഖസ്വാഇന് അറിയാം എവിടെയാ ഇറങ്ങേണ്ടത്. ഖസ്വാഇന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഖസ്വ എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ സ്പെഷ്യൽ ഒട്ടകം. അതിനെക്കുറിച്ച് പിന്നീട് ഇൻഷാ അല്ലാഹ് പറയാം കേട്ടോ. അപ്പോൾ ആ ഖസ്വ മുട്ടുകുത്തിയ സ്ഥലമാണ് അവിടെ. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഖസ്വ മുട്ടുകുത്തിയെന്ന് മാത്രമല്ല, ഹബീബായ തങ്ങളുപ്പാപ്പ മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മസ്ജിദുൽ ഖുബ എന്നുള്ള പള്ളി ആദ്യമായി ഇവിടെ വന്ന് നിർമ്മിച്ച പള്ളിയും കൂടെയാണ് മസ്ജിദുൽ ഖുബ എന്നുള്ള പള്ളി. മസ്ജിദ് നബവിക്ക് മുമ്പ് തങ്ങളുപ്പാപ്പ ഇവിടെ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്നുള്ള പള്ളി. മാത്രമല്ല ഹബീബായ തങ്ങളുപ്പാപ്പക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു പള്ളിയും കൂടെയായിരുന്നു മസ്ജിദുൽ ഖുബ. എപ്പോഴും ഇങ്ങോട്ട് തങ്ങളുപ്പാപ്പ ഒഴിവ് സമയം ഉണ്ടാകുമ്പോൾ എല്ലാ സമയത്തും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു, ഇവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം. ഇവിടെ തങ്ങളുപ്പാപ്പ താമസിച്ച് വീടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അവിടുത്തുമ്പോൾ കാണട്ട. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. മദീനയിലേക്ക് വന്ന സമയത്ത് ആദ്യമായി സുബ്ഹ് നിസ്കരിച്ച പള്ളി മസ്ജിദ് ബനി ഉനൈഫ്. ആ പള്ളി ഇൻഷാ അല്ലാഹ് സ്പെഷ്യൽ സിയാറയ്ക്ക് പോകുന്നവർ കാണാം. അവിടുന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ശേഷം തങ്ങളുപ്പാപ്പ വന്ന് ഇരുന്നൊരു സ്ഥലമായിരുന്നു ഈ കാണുന്ന തോട്ടം. ആ തോട്ടത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും ഇരിക്കാണ്. അവിടെ ഇനി ഇങ്ങോട്ട് പോയിക്കോളൂ. കണ്ടില്ലേ ആ തോട്ടം. അതിൽ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇറങ്ങണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. 30 റിയാൽ 40 റിയാൽ ടിക്കറ്റ് വരുന്നുട്ടാ. ഏതായാലും ആ തോട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖ് തങ്ങളുപ്പാപ്പ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് മദീനയിൽ ഹബീബായ തങ്ങളുപ്പാപ്പയെ കാണാതെ തന്നെ വിശ്വസിച്ച ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുണ്ട്, വലിയ ഭാഗ്യവാന്മാരുണ്ട്. തങ്ങൾ മദീനയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവർ. അപ്പോൾ അവരിങ്ങോട്ട് വരുമ്പോൾ ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളുപ്പാപ്പയൊക്കെ ഇരിക്കാണ്. അപ്പോൾ ഒരേ ലെവലിൽ ഇരിക്കുമ്പോൾ എന്താ ഈ വരുന്നവർക്ക് എന്താ ഇസ്ലാം മതം സ്വീകരിച്ചവർ കൺഫ്യൂഷൻ വന്നു പോയി. സിദ്ദീഖ് തങ്ങൾ ഇതിൽ ഏതാണ് ഹബീബായ തങ്ങൾ, അവർ കണ്ടില്ലല്ലോ, അന്ന് ഫോട്ടോ സംവിധാനമൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ഒരു ഷോൾ എടുത്തുകൊണ്ട് അവിടെ എഴുന്നേറ്റ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു.
ഇങ്ങനെ തണലിട്ട് കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായി, വന്ന എല്ലാവർക്കും മനസ്സിലായി ഇതാണ് നമ്മുടെ നേതാവ് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ആ ഒരു ചരിത്രം സംഭവിച്ചൊരു ഇടമാണ് ആ കാണുന്ന പറമ്പിട്ട. ഇത് പണ്ട് ആരും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇപ്പം ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 മാസമായിട്ടുള്ളൂ ഇതിങ്ങനെ ചടപ്പട പരിപാടി ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശം ചരിത്രമുണ്ട്, പക്ഷെ എന്തില്ല ഇങ്ങനൊന്നും സെറ്റപ്പ് ആക്കിയില്ല കേട്ടോ. ഏതായാലും ഇനി അങ്ങോട്ട് നമുക്ക് നീണ്ട് ബാക്കി കാര്യം കാണാം. ഓക്കെ, വരി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ തങ്ങളുപ്പാപ്പ 3 ദിവസം താമസിച്ചിരുന്ന വീടാണ് കുൽസൂം ബിൻ ഖദം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ചരിത്രങ്ങൾ കാണാം, ഇവരുടെ വീടിന് 2 അറകളുണ്ടായിരുന്നു. താഴെ ഉണ്ടായിരുന്നു, മുകളിലുണ്ടായിരുന്നു. പഴയ കാലത്ത് വീട്. അപ്പോൾ താഴെയായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പ താമസിച്ചിരുന്നത്. അങ്ങനെ മുകളിൽ ഇവരുടെ പാത്രങ്ങൾ എന്തോ വെച്ചു, ഇവരുടെ കറികളെന്തോ താഴേക്ക് ചിന്തി. അതിൽ ഹബീബായ തങ്ങളുപ്പാപ്പയോട് ഇവർ പറഞ്ഞു, നിങ്ങൾ മുകളിൽ കിടക്കാണ്, നമുക്ക് എന്താ ചെയ്യുക, താഴെ വൃത്തിയാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും ഇവരുടെ നിർബന്ധപ്രകാരം തങ്ങളുപ്പാപ്പ മുകളിലേക്ക് കടന്നു. അങ്ങനെ 3 ദിവസം താമസിച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്ന കെട്ടിനകത്തുള്ള ഈ കുൽസൂം ബിൻ ഖദം റളിയല്ലാഹു അൻഹു വീടെടുക്കുന്ന സ്ഥലത്താണ്. അതായത് നമ്മളെ മുത്ത് താമസിച്ച സ്ഥലമാണ്. മനസ്സിലായല്ലേ? എത്രമാത്രം ബറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഓരോരോ ഇടങ്ങളും. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം, കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ, ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ ഉംറ സംഘം ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത് ഒരു ഫാമിലാണ്, ഈത്തപ്പഴത്തിൻ്റെ ഫാമിൽ. അത് നമ്മുടെ ഡ്രൈവർമാരും മുടങ്ങാതെ കൊണ്ടുപോകും. അവർക്കൊരു പർച്ചേസ് കിട്ടുന്ന കേസായതുകൊണ്ട് അത് നമ്മൾ മുടക്കാറില്ല. അവർക്ക് കിട്ടുന്നൊരു കാര്യമല്ലേ. ഈത്തപ്പഴത്തിൻ്റെ ഫാമിലേക്ക് അവർ കൊണ്ടുപോകും. ആ ഫാമിൽ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈത്തപ്പഴം എടുക്കേണ്ടത് എന്ന് മാത്രം. അല്ലാതെ പക്ഷെ നമ്മളീ പെട്ടുപോകും. കാരണം ഇവിടുന്ന് കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടുന്ന് കാണുന്നതെല്ലാം ഒരു പക്ഷേ അത്ര ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതായാലും ഫാമിലേക്ക് പോയി ഫാമിനകത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം, കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ, ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. മസ്ജിദുൽ ഖുബായിലെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്കാണ് പോയത്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധമായ മക്ക മദീനയിൽ നിന്ന് മസ്ജിദുൽ ഖുബ കഴിഞ്ഞാൽ പോകുന്ന സ്ഥലമാണ്. പോകുന്ന വഴിയിൽ മനോഹരമായ ഫ്ലവർ കൊണ്ട് അലങ്കാരപ്പെടുത്തിയ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ കഴിഞ്ഞു. അങ്ങനെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഇപ്പോൾ പഴയതിനേക്കാളും വളരെയധികം ഡെവലപ്പ് ചെയ്തതുകൊണ്ട് തന്നെ
പല വഴികളിലൂടെയാണ് പോവേണ്ടത് അങ്ങോട്ട്. മുമ്പൊക്കെ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ ഏകദേശം അടുത്ത് വരെ ബസ് പോകാറുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും ഏകദേശം മസ്ജിദുൽ ഖിബ്ലത്തൈനി നിലവിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലിഫ്റ്റ് കയറിയിട്ട് വേണം മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്ക് എത്താൻ വേണ്ടി. സാഫല്യം ഒരുങ്ങാം കൂടെ ഹസനാ ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസനാ ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ കാലത്ത് മുത്തുനബിയെ അതിയായി ഇഷ്ടപ്പെടുന്ന മഹബത്ത് വെക്കുന്ന ഒരു സഹോദരി അവർ സുഖമില്ലാതെ കിടപ്പിലാണെന്ന് മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വിവരം ലഭിച്ചു. അങ്ങനെ തങ്ങളുപ്പാപ്പ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വരാം. നമ്മൾ പോകാറില്ല, രോഗം കൊണ്ട് കിടപ്പിലായി കഴിഞ്ഞാൽ സന്ദർശിക്കാൻ പോലെ. അങ്ങനെ കിടപ്പിലായപ്പോൾ രോഗം കൊണ്ട് സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ഒരു സമയം ആ ഒരു സ്ഥലം ഇങ്ങോട്ടാ വന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ സാധാരണ നിസ്കരിച്ചിരുന്ന പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്കായിരുന്നു തിരിഞ്ഞ് നിസ്കരിച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 19 മാസമായി ഇന്നേക്ക്. എന്ന് പറഞ്ഞാൽ തങ്ങൾ വന്ന ദിവസമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തങ്ങൾ വന്ന ദിവസത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇന്നേക്ക് 19 മാസമായിട്ടുണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. തങ്ങളുപ്പാപ്പാൻ്റെ മനസ്സിൽ എപ്പോഴുണ്ട് എന്നാണ് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിയാൻ അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുക. ഈ ഒരു വിഷയം എപ്പോഴും തങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഈ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കൃത്യസമയത്ത് ളുഹറിൻ്റെ സമയമാവുകയും ആ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഈ പള്ളിയിലേക്ക്, അതായത് ഇത് പൂർവിക പള്ളി, ഇതെല്ലാം ഡെവലപ്പാണ്, ഈ സ്ഥലത്തേക്ക് ഇവിടെ വന്നുകൊണ്ട് നിസ്കരിച്ചു. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി. ആ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ഇതാണ് നിലവിൽ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ 2 റക്അത്ത് നിസ്കരിക്കുന്ന രൂപം ഇങ്ങനെയാണ്. ആ 2 റക്അത്ത് ആയപ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങി ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. തങ്ങൾ ഒരുപാട് കാലമായി ആകസാരം പറഞ്ഞാലും തങ്ങളുടെ മനസ്സ് വല്ലാതെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. തങ്ങളുടെ മനസ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുവാനും. ഇപ്പോൾ നിലവിൽ ഹബീബായ തങ്ങൾ പാപ്പുള്ള 2 റക്അത്തിനുള്ളത്. ആ 2 റക്അത്ത് കഴിഞ്ഞ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ 3ാമത്തെ റക്അത്തിന് നേരെ പരിശുദ്ധമായ കഅബയിലേക്ക് അങ്ങ് തിരിഞ്ഞ് അങ്ങനെ 3ഉം 4ഉം പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അതായത് ഒരേ നിസ്കാരത്തിൽ 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അതായത് മസ്ജിദുൽ ഖിബ്ലത്തൈൻ 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ ഒരു വലിയ ചരിത്രം നടന്നൊരു സ്ഥലമാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പവിത്രമായ സ്ഥലം. അതായത് ഹബീബായ തങ്ങൾ പാപ്പയും സ്വഹാബത്ത് വന്ന ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ പുരുഷന്മാരകത്ത് കയറാം. ആ ഖിബ്ലത്തെ 2 ഖിബ്ലകൾ അകത്ത് കാണാം. നമുക്ക് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ച് ഇങ്ങോട്ട് വരിട്ടാ. ഞങ്ങൾക്ക് ഉഹദിലേക്ക് പോകണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മസ്ജിദുൽ ഖിബ്ലത്തൈനിലെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം മസ്ജിദുൽ ഖിബ്ലത്തൈനകത്ത് പോയി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർക്കെല്ലാം മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ 2 ഖിബ്ല എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള പഴയ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഖിബ്ലയും എല്ലാം വ്യക്തമായി കാണിച്ചു കൊടുത്തു. അങ്ങനെ അതിനുശേഷം അവിടുന്ന് 2 റക്അത്ത് സുന്നത്തെല്ലാം നിസ്കരിച്ചു. ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു. പ്രിയമുള്ളവരെ, വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മളെ ഈ വീഡിയോക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കണേ എന്ന വിനയത്തോടെ വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസനാ ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം. മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി